ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏത്തക്കയും പാലും വെച്ച് നല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു വലിയ ഏത്തക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ആദ്യമേ ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കൂടി ചേർത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് അതും ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കണം. ഈ മധുരമൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഏത്തക്കയൊക്കെ വഴന്നു വരുന്ന സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. ഈ ഏത്തയ്ക്ക വഴന്ന് വന്നതിന് ശേഷം ഇത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. അതേസമയം നമുക്ക് ഒരു 1/2 ലിറ്റർ പാലിൻ്റെ ആവശ്യമുണ്ട്. ഏത്തയ്ക്ക കോരി മാറ്റിയതിന് ശേഷം ആ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളയ്ക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയും 3 ടീസ്പൂൺ കോൺഫ്ലവറും വേണം. അത് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടിയും കോൺഫ്ലവറും കൂടി ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തക്കയിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ നെയ്യ് കൂടി വീണ്ടും ചേർത്ത് കൊടുത്ത് ഇത് അല്പനേരം ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ അല്പം കുറവായിരുന്നു, അപ്പോൾ കൊഴുപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോൺഫ്ലവറൊക്കെ കറക്റ്റ് രീതിയിൽ ഇടാമെന്നുണ്ടെങ്കിൽ ഇതിലും കൊഴുപ്പോട് കൂടി നമുക്ക് ഈ ഐറ്റം കിട്ടും. അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കയും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇത് ഇങ്ങനെയും ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ഐറ്റമാണ്, ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസുകൾ പറയണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.